ചിന്നു ഉറങ്ങിയോ? ഉറങ്ങി. വല്ലതും കഴിച്ചോ? ചേട്ടൻ അറിഞ്ഞൂടെ? ചേട്ടൻ ഇവിടെ ഉള്ളപ്പോ വേറെ ആര് കൊടുത്താലും ഇവള് കഴിക്കില്ലെന്ന്. ആ, ഞാനല്പം വൈകിപ്പോയി. മോളെ, ഡാഡി വന്നു. ചിന്നു, മോളെ, നിനക്കൊന്നും കഴിക്കണ്ടേ? വാ, നീ വല്ലതും കഴിച്ചോ? ഇല്ല. ഓ, നിനക്കിന്ന് വ്രതമാണല്ലോ. പോയി കിടന്നുറങ്ങിക്കോ. മോളിവിടെ ഇരിക്കും. ഡാഡി പോയി കൈ കഴുകിയിട്ട് വരാം. ആ, പിന്നെ കിടന്നുറങ്ങാണോ? എഴുന്നേൽക്ക്. നീ ഉറങ്ങിയാൽ തല്ലുള്ളൂ. സാമ്പാർ വേണോ? സാമ്പാർ ഒഴിക്കട്ടെ? ആ ഡാഡി ഇന്ന് കഥ പറഞ്ഞല്ലോ. ഇന്ന് ഡാഡിക്ക് വയ്യ മോളെ, നാളെ പറയാം. മോള് കിടന്നുറങ്ങിക്കും. സഹായിക്കണോ? വേണ്ട വേണ്ട, ഞാൻ തനിയെ ഇറങ്ങിക്കോളാം. ശരി. പിറന്നാളായിട്ട് ഇന്നെങ്കിലും ചേട്ടനൊന്ന് അമ്പലത്തിൽ പോയിക്കൂടെ? അതൊക്കെ നീ പോയി പ്രാർത്ഥിച്ചാ മതി. മോളെ എഴുന്നേറ്റില്ലേട്ടാ? അവൾ ഉറക്കവാ. ആ, തന്റെ അനിയത്തിയുടെ കല്യാണക്കാരെയൊക്കെ ഉടൻ വരെയായി. ആ, ശരിയായി വരുന്നു. ഉടനെ ഉണ്ടാവും. അല്ല, നിങ്ങളിങ്ങനെ അമ്പലവും പ്രസാദവും ഒക്കെ ആയിട്ട് നടന്നാ മതിയോ? നമുക്ക് ഇതങ്ങ് നടത്തണ്ടേ? ഞങ്ങൾക്ക് ധൃതിയൊന്നുമില്ല. നിങ്ങൾക്ക് ധൃതിയൊന്നുമില്ലെങ്കിലും എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ? ഞാൻ ഇറങ്ങട്ടെ ചേട്ടാ. ആ ശങ്കർ, ആ ബോംബെക്കുള്ള ടി ഇന്ന് രാവിലെ തന്നെ അയച്ചേക്കണേ. ഡിസ്ട്രിക്ട് ലേബർ ഓഫീസിൽ നിന്നുള്ള രജിസ്റ്റർ ലെറ്റർ ആണ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പ്ലീസ് ടേക്ക് യു സീറ്റ്. അവരൊന്നും കാണുമല്ലോ. കുഞ്ഞാണ്ടി, ഓ ദാ ഇതുകൊണ്ട് നാത്തു കൊടുക്ക. ഒത്തുതീർപ്പിനുള്ള ശ്രമം വല്ലതാണോ? പിരിച്ചുവിട്ട എല്ലാവരെയും തിരിച്ചെടുക്കണമെന്നാണ് അവരുടെ ഡിമാൻഡ്. അപ്പോ മിസ്റ്റർ ജയദേവൻ എന്ത് തീരുമാനിച്ചു? അത് സാർ അത്യാവശ്യമായിട്ട് കളക്ടറേറ്റ് ഒരു കോൺഫറൻസിന് പോവുക. വൈകുന്നേരം 4 മണിക്ക് വരാൻ പറഞ്ഞു. വൈകുന്നേരം വരുമ്പോ നാളെ ആവട്ടെന്ന് പറയരുത്. എനിക്ക് വേറെ ഒരുപാട് ജോലിയുള്ളതാ. സർക്കാർ ഓഫീസിൽ കയറി ഇറങ്ങി നടക്കലല്ല എനിക്ക് ജോലി. അയാൾ അവിടെ കിടന്ന് ഒച്ചത്തിൽ എന്തൊക്കെ പറയുന്ന കേട്ടല്ലോ. ഹേയ്, വൈകുന്നേരം 4 മണിക്ക് വരാന്ന് പറഞ്ഞതാ. കോൺഫറൻസിൽ പോവുകയാണോ? ഇല്ല, ഞാൻ ഇങ്ങും പോകുന്നില്ല. അപ്പോ മിസ്റ്റർ ജയദേവനോട് പറഞ്ഞതോ? അയാൾക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ സർക്കാർ ഓഫീസിൽ കയറി ഇറങ്ങാൻ? 5-6 പ്രാവശ്യം കയറി ഇറങ്ങട്ടെ. എന്നോട് നിങ്ങൾ പറഞ്ഞ വിലക്കൊന്നും ബ്ലൂ കിട്ടത്തില്ല. ആ, ഫോറിൻ തന്നെ. നാടനാണ് വില കൂടും. ഒരു പൈസ കുറയത്തില്ല. ആനിമൽസിന് ഭയങ്കര ഡിമാൻഡാ. പ്രൊജക്ടറോ? ഞാൻ ശ്രമിച്ചു നോക്കാം. പിന്നെ ഒരു കാര്യം, സാധനം കൊണ്ടുപോകുമ്പോൾ തന്നെ ഫുൾ എമൗണ്ടും കിട്ടണം. സൂക്ഷിച്ചു കൊണ്ടുപോകണം. സാധനം ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാ. ആ, ഞാനിവിടെ തന്നെ കാണും.
ഞാനിപ്പോ പറയാം. പറഞ്ഞു, ഇപ്പൊ വിളിക്കും. അമ്മയ്ക്ക് ഒന്നുകൊണ്ട് പേടിക്കണ്ട. 1-ാം ദിവസം അന്നമ്മയ്ക്ക് ജോലി, 2-ാം ദിവസം എലിസബത്തിന് ജോലി, 3-ാം ദിവസം മറിയാമ്മയ്ക്ക് ജോലി, അങ്ങനെ 3-നും ജോലി. ഞാൻ പറഞ്ഞ കമ്മീഷൻ വരും, ജോലി തരും. വേണ്ടി വന്നാൽ അമ്മച്ചിക്ക് ജോലി. അവന്റെ ഒരു മാറ്റെടുത്ത തീപ്പെട്ടിയും കൊണ്ട് രഹസ്യം പിടിക്കാൻ നല്ല സമയം. കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞു. അമ്മച്ചി ഡോൺ ടച്ച്. അപ്പോഴേ വിലാസിനമ്മേ, മണി 5 1 മണിക്കൂറായി ഞാനിവിടെ കുത്തിയിരിക്കുന്നു. രാവിലെ തന്നെ ഞാൻ പറഞ്ഞ എന്നെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. ഞാൻ ഇപ്പൊ ചോദിച്ചിട്ട് വരാം. വേണ്ട, ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. ഈ കസേരയിൽ ഇതിനു മുമ്പ് പല ഓഫീസർമാരും ഇരുന്നിട്ടുണ്ട്. അവരാരും എന്നോട് ഇതുപോലെ പെരുമാറിയിട്ടില്ല. എന്റെ അറിവ് ശരിയാണെങ്കിൽ യു ആർ ഹിയർ ടു സോൾവ് അവർ പ്രോബ്ലംസ് ആൻഡ് ഹെൽപ്പ് us. നിങ്ങൾ വിളിക്കുമ്പോൾ വരാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എന്നുവെച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടുത്തെ മൂട്ടകടി കൊണ്ടിരിക്കലല്ലേ എന്റെ ജോലി. സാറിന്റെ മനസ്സിലെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. വൈരാഗ്യം തീർക്കാനാണെങ്കിൽ അത് കുറെ കൂടെ അന്തസ്സിലാകാമായിരുന്നു. ഇതൊക്കെ ഉണ്ടല്ലോ, ചീപ്പാണ്, വെരി ചീപ്പ്. മൈൻഡ് യുവർ ലാംഗ്വേജ്. ദിസ് ഈസ് ആൻ ഓഫീസ്. അറിയാം, നന്നായിട്ടറിയാം. സാർ ഒരു കാര്യം ചെയ്യും, ഈ കലണ്ടറിൽ ഇനി ഒരുപാട് ദിവസങ്ങൾ ബാക്കിയുണ്ട്. ചുവന്ന അക്കങ്ങളല്ലാത്തതൊക്കെ വർക്കിംഗ് ഡേയ്സ് ആണ്. ഇവിടത്തെ പ്രവൃത്തി സമയം രാവിലെ 10 മണി മുതൽ 5 മണി വരെ ആണെന്നാണല്ലോ വെപ്പ്. ഈ ദിവസങ്ങളിൽ ഈ പറഞ്ഞ സമയത്തിനിടയ്ക്ക് കൃത്യമായിട്ടൊരു ദിവസം ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ട് എന്നെ അറിയിച്ചാൽ ഞാൻ വരാം. ഇപ്പൊ ഞാൻ വരട്ടെ, പിന്നെ കാണാം. മിസ്റ്റർ ജയദേവനെ മായ നേരത്തെ അറിയൂ? പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലെങ്കിൽ ജയദേവനോട് ഇങ്ങനെ പെരുമാറേണ്ട കാര്യമുണ്ടായിരുന്നു? അല്ല, ഞാനൊരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് അയാളെ നേരത്തെ അറിയാം. അയാൾ സാധാരണ ഓഫീസേഴ്സിനെ കാണുന്നത് ഗസ്റ്റ് ഹൗസിൽ വെച്ചാണത്രേ. സ്വത്തും പണവും ഉള്ളത് കൊണ്ട് എന്തും സാധിക്കാമെന്നാണ് അയാളുടെ ധാരണ. ആ ധാരണയൊന്നും മാറ്റണമല്ലോ. ഇങ്ങനെയുള്ള ആൾക്കാരോട് കുറച്ച് റഫായിട്ട് പെരുമാറുന്നതുകൊണ്ട് ഒരു കുഴപ്പവും വരാനില്ല. ഐ എം സോറി. എനിക്ക് വളരെ കാലമായിട്ട് ജയദേവനെ അറിയാം. സാധാരണ മുതലാളിമാരെ പോലെ ജയദേവനിൽ നിന്നും ഒരു പ്രോബ്ലംസും ഉണ്ടായിട്ടില്ല. ആ നിലയ്ക്ക് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ മായ ജയദേവനെ നേരത്തെ അറിയുന്ന ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇനി വരട്ടെ. എന്താ? ഒന്നുമില്ല, പൊയ്ക്കോളൂ. സാറിന്റെ മനസ്സിലെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. വൈരാഗ്യം തീർക്കാനാണെങ്കിൽ അത് കുറെ കൂടെ അന്തസ്സിലാകാമായിരുന്നു. ഇതൊക്കെ ഉണ്ടല്ലോ, ചീപ്പാണ്, വെരി ചീപ്പ്. കഥയും ചേട്ടത്തി, ഞാനിവിടെ ഇല്ലെന്ന് പറയാം. ഇല്ല. അമ്മൂമ്മ എന്തിനാ കള്ളം പറയുന്ന? ആന്റി ഉണ്ട് അകത്ത്. ദേ ചെരുപ്പ്. ആന്റിക്ക് എന്താ വേറെ ചെരുപ്പില്ലേ? കുട്ടി പോയിക്കേ. അമ്മൂമ്മ കള്ളം പറയാ. ആന്റി ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഉണ്ടെങ്കിലേ ഇപ്പൊ കാണാൻ പറ്റില്ല. കുട്ടി ഒന്ന് പോയിക്കേ.